രാജരാജ കമ്മത്തുണ്ടോടാ വണ്ടിയില്? ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങടാ. എന്തിനാണാവോ? ഒന്ന് സ്നേഹിക്കാൻ. എന്താ തന്നെ കുറച്ചു കാലമായി ശരീരം ഒന്ന് അനങ്ങിയിട്ട്. ഇപ്പൊ വിളിക്കാം മുതലാളി. ആ ആകട്ടെ, നിങ്ങൾക്കൊക്കെ ആരാണ്? നമ്മൾക്കൊരു പിടുത്തം കിട്ടണില്ലല്ലോ. വെങ്കട് പറ്റി അറിവാൾ വടിവാൾ ഫുട്ബോൾ നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണല്ലേ? അപ്പോൾ നമ്മൾക്ക് പാൽക്കാട്ട് ശത്രുക്കളുണ്ട്. നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണെങ്കിൽ നമ്മൾ ഗുണ്ടകളെ തള്ളാറില്ല. അതിന് നമ്മൾ ആട്ടിന്റെ ഇറച്ചി, മാട്ടിന്റെ ഇറച്ചി, പുള്ളിയുടെ ഇറച്ചി, കോഴിയുടെ ഇറച്ചി, മീനിന്റെ ഇറച്ചി എല്ലാം കൊടുത്തു വളർത്തുന്ന ഒരു പോത്തുണ്ട്. ആരാണ് അയാൾ? ആരായിരിക്കും? ഇയാളാണ് പേര് ഗോപി. ഇയാൾ ശരിക്കും അടിക്കും, നല്ല അടിക്കാരനാണ്. വേണമെങ്കിൽ ഒന്ന് നോക്കൂ, നല്ല ചാൻസ് അല്ലേ? അരെ ഗോപി. ഓ എന്താ മുതലാളി? തള്ളിയാൽ മതി, കൊല്ലണ്ട. അരെ ഗോപി ആരംഭിര്. തനിക്ക് എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? താൻ ഇയാളെ തള്ളി തോൽപ്പിച്ചാൽ നമ്മൾ തന്നെ തള്ളാൻ വരുമെന്ന് വിചാരിച്ചു അല്ലേ മണ്ടൻ? അത് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ അങ്ങനെ ആപ്പമാരെയും ഊപ്പമാരെയും ഒന്നും തള്ളാൻ കൊടുക്കില്ല. അത് ഇരിക്കട്ടെ, തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? അത് പറയും. വെറുതെ പറയാൻ കൊടുക്കടോ. പറയണം. ഹലോ സെക്, നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ കൊടുത്ത മുനിസിപ്പൽ സെക്രട്ടറിക്കും ചെയർമാൻക്കും പോലീസുകാരന്മാർക്കും നമ്മളുടെ സേട്ടന്റെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കുന്നു. ഇൻസ്പെക്ടർ, മുനിസിപ്പൽ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഹോട്ടൽ നടത്താനുള്ള അവകാശമില്ല. നിയമം ലംഘിച്ച് നിങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്തേ പറ്റൂ. നിയമം ആര് ലംഘിച്ചു? ഒരു സ്ഥാപനം മുഹൂർത്തം നോക്കി ഉദ്ഘാടനം ചെയ്യാൻ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് വേണോ? വേണ്ട പോലീസുകാരന്മാരെ. ഇവിടെ ആഹാരം ഉണ്ടാക്കി കച്ചവടം ചെയ്താലല്ലേ നിയമലംഘനമാവൂ. അത് നമ്മൾ ചെയ്യാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഏത് വകുപ്പിലാണ് കേസ്? പറയും പോലീസുകാരന്മാരെ. വെറുതെ പറയാൻ കൊടുക്കണോ? ഇൻസ്പെക്ടർ സാറിന് നീ വകുപ്പ് പഠിപ്പിക്കണ്ട. മുനിസിപ്പാലിറ്റിക്കാർ അടച്ചുപൂട്ടി സീൽ ചെയ്ത ഈ ഹോട്ടൽ തുറന്ന കുറ്റത്തിന് ഈ തിരുമേനി ആദ്യം അറസ്റ്റ് ചെയ്യണം. തിരുമേനൊന്ന് ജീപ്പി കയറി. അതിന് നോം എന്ത് കുറ്റം ചെയ്തു? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. അത് പോരല്ലോ സാറേ, ഇവിടെ വച്ചു തീരുമാനിക്കണം. ഇപ്പോൾ ഈ വസ്തു നമ്മളുടെയും സേട്ടന്റെയും പേരിലാണ്. മുനിസിപ്പാലിറ്റിയില് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എടോ കഴുവേളി. കളുവേളി അല്ല, കുഴിവേലി. എന്ത് വയ്യാവേളിങ്കിലും ആവട്ടെ,
തനിക്ക് പരിശോധിക്കാം. കണ്ണിൽ കണ്ടവന്റെ കയ്യിൽ നിന്ന് കാശ് നക്കി നക്കി മേടിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർമാരുടെ മെക്കിട്ട് കയറുന്നത് മോശമല്ലേ പോലീസുകാരാ? കേറിയ നീ എന്ത് ചെയ്യൂടാ? കേറാൻ നോക്കൂ, അടിച്ച് ദോശ പാർത്തല പോലെ ആക്കും. പോലീസുകാരോട് തോന്നിയ ദിവസം പറയുന്നോടാ. ഒരു മിനിറ്റ്, നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരിക്കാൻ കൊടുക്കുന്ന നമ്മളുടെ സേട്ടൻ എന്റെ അണ്ണു രാജരാജ കമ്മത്ത് ഇവിടെ എത്താൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ നാട്ടുകാർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ പാലക്കാട് ജില്ലയിൽ കാൽ കുത്തിയതും അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഉണ്ടായി. വായിൽ കൈയിട്ട് കുത്തിയാൽ വെജിറ്റേറിയൻ ആണെങ്കിലും കടിക്കില്ലേ? നമ്മൾ ഒരു ചെറിയ കടി കടിച്ചു, അത്രേ ഉള്ളൂ. അരക്കോപ്പേ ഇവരാരാണ്? അന്നു ഇവരെ തൊട്ട് നോക്കാൻ കൊടുത്തിട്ടില്ലല്ലേ? അത് തനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കൊടുത്തു? അന്നു തൊട്ടാൽ ഇവരിങ്ങനെ നേരെ നിൽക്കുമോ? സത്തുപോവില്ലേ? അരക്കോപ്പേ, നമ്മളെ ആക്രമിക്കാൻ ഈ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് ആരാണെന്നാണ് പറഞ്ഞത്? ഒരു സുലൈമാൻ സാഹിബും കുഴുവേലിയും. ആ മാന്യന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദിയിലേക്ക് കടന്നു വരണം. അവർക്ക് ചികിത്സയ്ക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട്. ഓരോരുത്തരായി മുന്നോട്ട് വരൂ, ഓരോരുത്തരായി മുന്നോട്ട് വരൂ. ഇവിടെ വരാൻ കൊടുക്കണോ? വന്നെടുത്തിട്ട് പോടോ. ആരാണ് അയാൾ കുളിവേളി? അവനാണ്. സാറേ, എന്റെ അടുത്തേക്ക് വരരുത്, പൊക്കോ. സാറേ, അരെ, ഉദ്ഘാടനത്തിന് പോലീസുകാർമാരൊക്കെ ഉണ്ടല്ലോ. അമ്പൽ ഭാഗ്യ. പോലീസുകാർമാർ മാത്രമല്ല, മുനിസിപ്പാലിറ്റിക്കാർമാരുമുണ്ട്. ഇത് ചെയർമാൻ, ഇത് സെക്രട്ടറി മഹാലക്ഷ്മി. സെക്രട്ടറി പേർ പോലെ തന്നെ മഹാലക്ഷ്മിയാണ്. പക്ഷെ മനസ്സ് കാളിയുടേതാണ്, ഭദ്രകാളി. നമ്മൾക്ക് എത്രയും പ്രിയപ്പെട്ട ഭദ്രകാളി സാർ, സെക്രട്ടറി സാർ, ലൈസൻസ് ഇല്ലാതെ ഹോട്ടൽ നടത്താൻ ഞങ്ങൾ വെറും പൊട്ടന്മാരല്ല. നിങ്ങൾ നമ്മൾക്ക് ലൈസൻസ് തരാൻ കൊടുത്തില്ല. അപ്പോൾ അതിനു മുകളിൽ കൗൺസിൽ ഉണ്ട്, അതിനു മുകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്, അതിനു മുകളിൽ കോടതിയുണ്ട്. കോടതി നിങ്ങൾക്ക് എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? ഈ കമ്മത്തി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളുടെ കടയിലെ ദോശ തിന്നാൻ കൊടുക്കാത്ത ഒരു മന്ത്രി ഇല്ല, ഒരു MLA ഇല്ല, ഒരു MP ഇല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ല. നമ്മൾ മന്ത്രിയെ കാണാൻ കൊടുത്തു, മന്ത്രി നമ്മൾക്ക് ലൈസൻസ് തരാൻ കൊടുത്തു. ഇതാണ് ഓർഡർ. കോപ്പി ഓഫീസിൽ അയച്ചിട്ടുണ്ട്. നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ, നല്ല രസമായിരിക്കും. നോക്കൂ, നല്ല പേപ്പർ റോസ്റ്റ് പോലത്തെ ഓർഡറാണ്. അന്നു മുഹൂർത്തം ജാവസിച്ചല്ലേ? എന്നാൽ നമ്മൾക്ക് ഉദ്ഘാടന ചടങ്ങ് ഉടനെ നടത്താം. അതെ, പൂട്ടിക്കാണ്ട് മർച്ച ചെയ്യാനും വന്ന വലിയ ആൾക്കാർമാർക്ക് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ് നല്ല സൂട് ദോശയും സമ്മന്തിയും തിന്നാൻ കൊടുക്കാം. നേരത്തെ കഴിച്ചിട്ട് പോവാം. പോലീസുകാരന്മാരെ നേരത്തെ തിന്നിട്ട് പോവൂ. സർ നിർത്ത്. ഉദ്ഘാടനം ചെയ്യാൻ വരട്ടെ. DYSP സാർ വരുന്നുണ്ട്. ഇത് പൂട്ടിക്കാൻ. നമസ്കാരം. കമ്മത്തന്മാർ ഇവിടെയും കട തുടങ്ങിയത് നന്നായി. തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം തന്റെ ദോശയുടെ രുചി ഞാൻ അറിഞ്ഞിട്ടില്ല. എടോ, ഇവരുടെ മസാല ദോശ എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും എന്ത് ജീവനാന്നറിയോ? നമ്മളുടെ ഒരു ഭാഗ്യം. എന്നാൽ പിന്നെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരന്മാരെ, കമ്മത്തിന്റെ 33ാമത് കടയുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ തുടങ്ങാൻ കൊടുക്കുകയാണ്. കേരളത്തിലെ ഒന്നാമത്തെ പ്രശസ്തനും പാവപ്പെട്ട ആൾക്കാർമാരുടെ പട്ടലവനും സുന്ദരനും ഇന്ത്യയുടെ അഭിമാനവുമായ ഭാവിയിലെ MLAയും മന്ത്രിയൊക്കെ ആകാൻ സാധ്യതയുള്ള എന്റെ അണ്ണു രാജരാജ കമ്മത്ത് എന്റെ അണ്ണു രാജരാജ കമ്മത്ത് നാടമൂർച്ച ഉദ്ഘാടനം ചെയ്യാൻ നിർവഹിക്കാൻ കൊടുക്കുകയായി. അടുക്കി അണ്ണു. അടുത്തതായി ദോശ സുട്ട ഉദ്ഘാടനമാണ്. നമ്മളുടെ അണിയനും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ പ്രശസ്തനും ഭാവിയിലെ അംബാനിയും ബുദ്ധിമാനും ജനപ്രിയനുമായ നമ്മളുടെ ഈ അണിജൻ ദേവരാജ കമ്മത്ത് ദോശ സുട്ട ഉദ്ഘാടനം ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അടുത്തതായി TT ഉദ്ഘാടനം. TT മത്സരത്തിൽ അഖിലേന്ത്യാ റെക്കോർഡ് തകർത്ത
ടി മത്തായിയുടെ മകൻ ടി ജോർജ്. ഡിവൈഎസ്പി. ഓ സോറി, ഡിവൈഎസ്പി ജോർജ് സാറ് ദോശ തിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കൊടുക്കുന്നു. ഒരു മത്സരമില്ലെങ്കിൽ എന്ത് രസം. എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനുണ്ട്. നമസ്കാരം സാർ. നീ ആ കള്ളം പത്രോസ് അല്ലേ? അതെ. ഏയ്, നിന്നോട് മത്സരിക്കാൻ ഞാനില്ല. പോലീസിന് കള്ളനെ പേടിയാണെങ്കിൽ മത്സരിക്കണ്ട. നാണക്കേടാ സാറേ. മത്സരത്തിൽ കള്ളനുമില്ല പോലീസുമില്ല. ഒരു സന്തോഷത്തിനുള്ള മത്സരം മതി. നല്ല രസമായിരിക്കും. നമ്മത്തെ ഇനിയും ദോശ ഇടാൻ പറയും. ദോശ ചുടാൻ പറ. പൂർത്തി ദോശ ചുടാൻ പറയൂ. ഗോപി ദോശ ചുടാൻ പറയൂ. ദോശ വിടാൻ പറയും. വേണ്ട, നമ്മൾ തന്നെ സുട്ടോളാം. ഒരു 10 ദോശ പോലീസ്. അതൊന്നും മതിയാവില്ലാട്ടാ. ഒരു 10 ദോശ കള്ളൻ. വേഗം വേഗം തിന്നാൻ കൊടുക്കൂ. 10 ദോശ ഡിവൈഎസ്പി സാർ ലീഡിലാണ്. ഇത് കള്ളൻ പത്രോസ് കാട്ടിവെട്ടി 20 ദോശയുടെ ലീഡ്. 1 2 20 ദോശയുടെ ലീഡ്. പത്രോസ് വീണ്ടും ലീഡ് ചെയ്യുന്നു. നമ്മളുടെ കടയിലെ ദോശ മുഴുവൻ തീർക്കട്ടോ. പത്രോസ് വെച്ചടിക്കാർക്കാണ് സാറേ നമ്മളുടെ മാനം കിട്ടരുത്. ഡിവൈഎസ്പി സാർ പെരക്കിലാണ്. വേറെ പറയാൻ കൊടുക്കണം. വേണ്ടി വരില്ല, ഈ കള്ളൻ ജയിക്കും. ദോശ റെഡി. വെള്ളം ചോദിക്കാൻ പാടില്ല. അങ്ങനെ നമ്മളുടെ കള്ളൻ പത്രോസ് 5 ദോശക്ക് ജയിക്കാൻ കൊടുത്തിരിക്കുന്നു. മുതലാളി അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അമ്മയെ വീട്ടിലാക്കിയിട്ട് താൻ ഇങ്ങോട്ട് പോന്നോ? കാലത്താ കുറങ്ങ. തനിക്ക് എന്താണ് ഇവിടെ കാര്യം? മുതലാളിമാരെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ അയച്ചത് അമ്മ തന്നെ. അതെ, വീട്ടിലെന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. മുതലാളി വണ്ടിയുടെ കീ ದೇವಾ ಅಮ್ಮ ಕರ್ಕಟ್ ಪವ್ಲಿ ಆಮತ ಆವ್ ಲೇಕ್ ಬಾರನ್ ಜಾವನು ಅಂಗಡಿ ಪೂಟಿ ಕೊರ್ನೇವಿನ್ ಎರ್ಕಡೇನು ಕಾಣಕ್ಕೆಲ್ಲ ಪುರು ಜಾಯ್ತನ್ನು രാജാ ദേവ് ഖൈ ಅಂಗಡಿಯಿಂದ ಚಾಂಗ್ ತೆರಕದು ಓಪು ಊಟಿಕೋನೆ ತೋಲು കൊത്തമ്പരി സാമ്പാറാച്ചോ ചാങ് പൊറുമുളു. കമ്മത്തിന്റെ ദോശയുടെ രുചി പാൽക്കാട്ടുകാർക്ക് ഇഷ്ടമായി. നല്ല ജോർ കച്ചവടമാണ്. അടുത്ത കട കോയമ്പത്തൂർ. ഇത്യാരെ കഷ്ടകാൻ സമ്പാദിച്ചു കർത്താ. സമ്പാദിക്കണല്ല, കമ്മത്തിന്റെ ഭക്ഷണത്തിന്റെ രുചി ലോകമാകമാനം അറിയണം. അതാണ് നമ്മളുടെ ഗുണം. രാജാ ആരോ ഒരുത്തൻ അപ്പുറത്തെ വീട്ടിന്റെ മതിലിരിക്കുന്നു. വല്ല കള്ളന്മാരുമായിരിക്കും. അത് ആ മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീടാണ്. അഹങ്കാരി അനുഭവിക്കട്ടെ. ലഗ്ഗികർ കറാ പത്തേലാരി അമ്മിനെ വെച്ച് ഓങ്കാ തൂച്ചും ചോയ് സെല്ല്. അയാൾ മത്തിൽ പൊക്കി സാടി. നീ ഒച്ച വെക്ക്. ഒച്ച വെച്ചാൽ അവൻ രക്ഷപ്പെടും. എന്തൊരു ശബ്ദം? വീട്ടിൽ കല്ലെറിഞ്ഞു. ഞാൻ കുളിക്കാൻ പോകുമ്പോഴും ഒരുത്തരാ മതിലിന്റെ പൊക്കത്തുണ്ടായിരുന്നു. എന്നിട്ടെന്താ അപ്പൊ പറയാ? ഞാൻ വിചാരിച്ചെന്റെ കുളിസീൻ കാണാൻ വന്നതായിരിക്കുന്നു. കള്ളന്മാർ വരുന്നേ. തന്റെ തല ഈ കല്ല് കൊണ്ട് നമ്മൾ തള്ളി പൊട്ടിക്കും. നോക്കിക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ. അപ്പുറത്തെ വീട്ടിലെ കമ്മത്ത് ഞങ്ങളുടെ വീടിന് കല്ലെറിഞ്ഞു. അയാൾ ഈ പരിസരത്ത് എവിടെയുണ്ട്? പോയി നോക്കണോ. സാറേ, ഇയാളാണ് കള്ളൻ പത്രോസ്. ഇയാളാണ് വീടിന് കല്ലെറിയാൻ കൊടുത്തത്. ഇപ്പൊ അങ്ങനായോ? എന്റെ സാറേ, ഞാനല്ല, ഈ കമ്മത്ത് തന്നെയാണ് അറിഞ്ഞത്. കള്ളം പറഞ്ഞാൽ തന്റെ ബോൾ കാട്ടി നമ്മൾ സൗട്ടി പൊട്ടി. ഒന്നുമല്ല സാറേ, ഈ കമ്മത്ത് കല്ലെറിയത് ഞാൻ കണ്ടതാ. എങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഇവിടെ വരാൻ കൊടുത്തത്? അത് ഞാൻ കക്കാൻ കയറിയത്. അത് ശരി. മാഡം, നമ്മൾ ചെയ്യുന്നത് ഉപകാരമാണ്. മാഡം അത് മനസ്സിലാക്കണം. മതി പോയി വണ്ടി കയറ. പോയി വണ്ടിയിൽ കയറടോ കള്ള. നീയും കൂടി കേറടാ. നമ്മളല്ല, അയാളാണ് കള്ളന്മാർ. എനിക്ക് സൈഡ് സീറ്റ് വേണേ. സൈഡ് സീറ്റ് കേറടാ. സാക്ഷിയെ പഠിച്ചേക്കാൻ നിയമമില്ല കേട്ടോ സാറേ. നിയമമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. കേറ്. ഓ ശരി. ഇവിടെ
പൊങ്കാല വെച്ചിറങ്ങാം. അന്നു तू इथे अंका മക്ക ജയിലാന്തകല്ലോ. ഈ ആളെ എന്തിനാണ് ജയിലിലിട്ടത്? അനധികൃതമായി മദ്യം വിറ്റതിന്റെ പേരിൽ അനിയനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പറു എല്ലാവരും ഉണ്ടല്ലോ, ഇറക്കി ഇരിക്കലൊക്കെ പിന്നെയാവും, മാറ്. ആ അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. എന്താണ് സാർ പ്രശ്നം? ഡ്രൈഡേയിൽ നിങ്ങൾ ഇവിടെ മദ്യം സപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ? കോൺസ്റ്റബിൾ സർ, മിച്ചേ വെങ്കട്പതി, ഇത് നമ്മളുടേതല്ല, പുറത്ത് നിന്ന് വന്ന കള്ളാണ് ഇവർ അയ്യോ അല്ല തിന്നുന്നത്. സാർ, ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാ. ഇരട്ടി വിലയും കൊടുത്തു. കള്ളം പറയുന്നുണ്ട് കൽക്കൂടിയന്മാരെ. നടക്കണോ? നടക്ക. ചീറ്റിംഗ് ആണ്, നീ ചീറ്റിംഗ് ഇവിടെ ആണ്. കിടന്ന് ചീറ്റണ്ട, അതൊക്കെ കോടതി ബോധിപ്പിച്ചാൽ മതി. അത് ശരി, ഹോൾസെയിൽ ആണല്ലോ. ഇതെന്താണിത്? പോലീസുകാരന്മാരെ നമ്മളിവിടെ കൽവെൽമൻ കൊടുത്തിട്ടില്ല. അനധികൃതമായി കള്ള് വിറ്റ കുറ്റത്തിന് ജൂനിയർ കമ്പത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നടക്കണം. സാർ, കള്ളന്റെ. ഇയാളുടെ പേരിലുള്ള ചാർജ് എന്താ? മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീട് ആക്രമിച്ച കേസ്. കൂട്ടുപ്രതി കള്ളം പത്രോസ്. ആഹാ, നന്നായി. നാളെ പത്രക്കാർക്ക് ഒരു വാർത്തയിൽ കമ്മത്തുമാർ ഒരുമിച്ച് ഈ സെല്ലി കിടക്കട്ടെ. രാജശേഖര, സർ. ആ തൊണ്ടി മുതൽ പറഞ്ഞെടുത്ത് അകത്തോട്ട് വെച്ചേ. കമ്മത്തുമാരൊന്ന് ചവിട്ടി തിരുമണമെങ്കിൽ 2 അകത്ത് ചെല്ലണം. എന്റെ മുതലാളിമാരുടെ ദേഹത്ത് ഒരു പോറല് വീണ നിന്റെ കുടുംബടക്കെല്ലാത്തിനും ചവിട്ടി കൊല്ലും ഞാൻ. ഗോപിക്കേ, മുകളിൽ ആകാശം താഴെ ഭൂമി. അതിന് സെൻട്രൽ ജയിലിലായാലും അങ്ങനെ തന്നെയാ. രാത്രി ഏകദേശം 10:30 മണിയോടുകൂടിയാണ് എന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആ സമയം കളവിന് കയറിയ കള്ളം പത്രോസിന്റെ മൊഴി നിർണായകമാണ്. എന്റെ വാർഡിലെ ഹോട്ടലിൽ തന്നെയാണ് ഈ അനധികൃത മദ്യവിൽപ്പന നടന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് തന്നെ ലജ്ജ തോന്നുകയാണ്. ഹോട്ടൽ വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് നിലയിൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത്? ഇത് ഞമ്മക്ക് അപമാനമാണ്. കമ്മത്തുമാരുടെ മറ്റു ഹോട്ടലുകളെല്ലാം പൂട്ടിക്കാനാണ് അസോസിയേഷൻ തീരുമാനം. എന്തേ? എന്താടോ കമ്മത്തന്മാരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം? സർ, ഇതാണ് ചാർജ് ഷീറ്റ്. കമ്മത്തെ, നമസ്കാരം. അവരെന്റെ റൂമിലേക്ക് കൊണ്ടുവരും. സർ, ഒരു നമസ്കാരം കൂടി. എന്താടോ ഇതൊക്കെ? ഇതിനൊന്നും കൂട്ടു നിൽക്കാനാവില്ല എനിക്ക്. സർ, അങ്ങനെ പറയരുത്. നമ്മൾ കമ്മത്തുമാർ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരാണ്. നമ്മൾ കള്ളം പറയാറില്ല, കള്ള് കച്ചവടം നടത്താറില്ല. ഇത് സതിയാണ് സാറേ. നമ്മളുടെ ആൾക്കാർ ആരും മതിൽ പൊക്കി നോക്കാൻ കൊടുക്കാറില്ല. 6 ഓർക്കേ കെണി നമ്മൾ അതിൽ പെടാൻ കൊടുത്തു. സത്യമായിരിക്കാം, പക്ഷെ തെളിവുകളൊക്കെ നിങ്ങൾക്കെതിരാണ്. ആ കള്ളം പത്രോസ് അവന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാൾ ഒരു കള്ള തിരുമാലിയാണ് സാർ. അയാളെ നോക്കി ഒന്ന് കണ്ണു ഉർട്ടിയാൽ മതി, സംഗതി പറയാൻ കൊടുക്കും പുറത്ത്. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കൊടുക്ക് സാറേ, അവ സത്യ പറയും. നീ സത്യക്രിസ്ത്യാനിയല്ലേ? അല്ല, ഞാൻ കള്ളം പത്രോസാ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ എടാ നീ നരകത്തിൽ പോവും. നീ സത്യം പറ, സെക്രട്ടറിയുടെ വീടിന് ആരാ കല്ലെറിഞ്ഞ്? ഈ കമ്മത്ത് സാറ്. വെങ്കട്പതി സാർ ഒരു ഡിവൈഎസ്പി അല്ലേ? എങ്ങനെയാണോ കള്ളന്മാരെ ചോദ്യം ചെയ്യാൻ കൊടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ കള്ളന്മാർ സത്യം പറയില്ല. അതിന് വേറെ പണിയുണ്ട്. അയ്യോ, സത്യം പറയാൻ കൊടുക്കുന്നതാണ് തനിക്ക് നല്ലത്. അയ്യോ, ഇല്ലെങ്കിൽ തന്റെ തല പൊട്ടിച്ചിതറും. നോക്കി നിൽക്കുന്ന പൊട്ടിക്കണു അവന്റെ ഒരു മൊട്ടയും തലയും. പൊട്ടിച്ചാൽ പിന്നെ തലയില്ലാതെ നടക്കണായിരിക്കും തന്റെ തലവിധി. ഞാനെല്ലാം പറഞ്ഞോളാം. ഇയാൾക്ക് വേണ്ടിയേക്കാൾ പേടി അടിയാണ്. അടിച്ചു കൊല്ലും തന്നെ. ഞാനെല്ലാം പറഞ്ഞോളാം. സാർ ഫോൺ എടുക്കൂ, ഫോൺ തരാൻ കൊടുക്കൂ. ഷൂട്ടിംഗ് ആണല്ലേ? ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? തത്ത പറയണ പോലെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ഇത് എന്താണ്? തത്ത പറയുന്ന പോലെ പറയാൻ പറഞ്ഞു. നടന്നതെല്ലാം ഞാൻ പറയാം. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. കമ്മത്തുമാരുടെ ശ്രദ്ധയപ്പെടാൻ ഞാൻ 3-4 ദിവസമായിട്ട് സെക്രട്ടറിയുടെ വീടിന്റെ പരിസരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. സത്യം, ഇയാളൊരു ബുദ്ധിമാനായ കള്ളനാണ്. പറയാൻ കൊടുക്കടാ. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കാണിച്ച ഈ നീചമായ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. സോറി മാഡം, കേസ് മറ്റൊരു വഴിത്തിരിവിലെത്തി. ഇതാ കള്ളം പത്രോസിന്റെ യഥാർത്ഥ മൊഴി. ഞാനാണ് കല്ലെറിഞ്ഞത്. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. സത്യം,
ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കല്ലെറിഞ്ഞെന്ന്? ബഹുമാൻപ്പെട്ട കൗൺസിലറും ബഹുമാൻപ്പെട്ട സുലൈമാൻ സാഹിബും ഒന്ന് മുന്നോട്ട് വരാൻ കൊടുക്കണം. ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. അരെ ഗോപേ, ഓ കൊണ്ടുവരൂ. ഇത് നമ്മളുടെ ഹോട്ടലിൽ 24 മണിക്കൂറും റെക്കോർഡ് ചെയ്യുന്ന CCTV ക്യാമറ കാഴ്ചകളാണ്. ഒന്ന് കാണാൻ കൊടുക്കൂ. ഇത് തെളിവല്ലേ? തെളിവ്. ഇത് പുറത്തെ ക്യാമറ. ഇനി അകത്തെ ക്യാമറ വേറെയുണ്ട്. ഗോപേ, നിൽക്ക, നക്ക. അയാളുടെ കാര്യം പോലീസുകാരന്മാർ നോക്കിക്കോളും. അതെ. പണി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സെക്രട്ടറി മാഡം, ഒരു കാര്യം പറയാൻ കൊടുക്കാനുണ്ട്. നമ്മൾക്ക് മാഡത്തിനോട് ഒരു ശത്രുതയുമില്ല. ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ ആ കള്ളൻ പത്രോസ് കല്ലെറിഞ്ഞപ്പോൾ നമ്മൾ കൈകൂട്ടി സിറിച്ചാണേ 2 കൈയും. അയാൾപ്പക്കമല്ലട പോയി സഹായിക്കെന്ന് പറഞ്ഞു വിട്ടത് നമ്മളുടെ അമ്മയാണ്. നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ വന്നു. മാഡം ആ കണ്ണുനീരിന് ഉത്തരം പറയാൻ കൊടുത്താൽ മതി. നമ്മളോട് വേണ്ട, ഈശ്വരനോട്. മാഡത്തിന് പോകാൻ കൊടുത്തോളൂ. സുലൈമാൻ സാഹിബേ, നമ്മൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്യാൻ കൊടുത്തത്? നമ്മൾക്ക് കച്ചവടം ചെയ്യാൻ ദോശയും ഇഡ്ലിയും സാമ്പാറും ഒക്കെ അല്ലുള്ളൂ. നിങ്ങൾ മുസ്ലിംസ് ആണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. നിങ്ങളുടെ ബിരിയാണി, നെയ്സോറ്, പത്തിരി, മട്ടൻ കറി, ഉണ്ണക്കായും ഒക്കെ മറ്റൊരു ജാതിക്കും അവകാശപ്പെടാൻ പറ്റില്ല. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന എല്ലാ ഇസ്ലാമിന്റെ കടയിലും മറ്റു ജാതിക്കാരുടെ വലിയ തിരക്കല്ലേ? അവർ വരാൻ കൊടുക്കണ്ടല്ലോ. അതറിയാമല്ലോ സാഹിബിന്. സാഹിബെ, 10 ദിവസം ബിരിയാണി തിന്നുന്നവൻ ഒരു ദിവസം ദോശ കഴിക്കാൻ കൊടുക്കട്ടെ. ഒരു ചേഞ്ച് നല്ല രസമായിരിക്കും. സാഹിബിന്റെ തൽസരി ബിരിയാണിയെ വെല്ലാൻ നമ്മുടെ ദോശയ്ക്ക് പറ്റില്ലല്ലോ. പിന്നെ ആ തിരുമേനി നിങ്ങൾക്ക് സ്ഥലം തരാൻ കൊടുക്കാത്തത് ശത്രുത കൊണ്ടല്ല. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഉണ്ണിഗണപതി. അതിൽ അന്യ സമുദായക്കാർക്ക് വിശ്വാസം കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് പാവൻ അത് നിങ്ങൾക്ക് തരാതെ നമ്മൾക്ക് തരാൻ കൊടുത്തത്. അല്ലേ? പാവമാണ്. സാഹിബ് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ നമ്മളുടെ സ്ഥലം സാഹിബിന്റെ കസ്റ്റമേഴ്സിന് കൂടി മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുത്തേനെ. നിങ്ങൾ ചോദിക്കാൻ കൊടുത്തോ? ഇല്ലല്ലോ. ഇത്രയും ദ്രോഹം ചെയ്തിട്ടും നമ്മൾ ദാ ഇപ്പോഴും പറയുന്നു സാഹിബിന്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് കൂടെ നമ്മളുടെ സ്ഥലത്ത് പാർക്ക് ചെയ്തോട്ടെ. എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ സാഹിബിന്റെ ബിരിയാണി തിന്നണോ നമ്മളുടെ ദോശ തിന്നണോ. അതെ, നിങ്ങളുടെ പൂർവികന്മാരാണ് നമ്മൾക്ക് മലയാള നാട്ടിൽ അഭയം തന്നത്. ഒരു അപേക്ഷയുണ്ട്, നമ്മളെ വെറുക്കാൻ കൊടുക്കരുത്. ഒരു കാര്യം പറയാൻ കൊടുക്കാൻ മറന്നു. 2 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. നമ്മളുടെ പുതിയ കടയുടെ കോയമ്പത്തൂർ കടയുടെ ഉദ്ഘാടനമാണ്. അതുവരയ്ക്കും കടയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പടച്ചോനോർത്ത് അങ്ങനെ പറയരുത്. നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലായി. എങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോളെ. നമ്മളത് നമ്മുടെ സ്വന്തം കട പോലെ നോക്കിക്കോളെ കമ്മത്തമാരെ. അല്ല, കോയമ്പത്തൂർ കടയും കമ്മത്തമാര് തന്നെയാണോ ഉദ്ഘാടനം? അല്ലല്ല, അവിടെ നമ്മളല്ല. തമിഴ്നാട്ടിൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ കൊടുക്കും. അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ താരമാണ്, സൂപ്പർ സ്റ്റാർ ധനുഷ്.